ചിപ്പ് ലെവൽ സർവീസ് എക്സ്പീരിയൻസിലെ പുതിയൊരു വീഡിയോ ആണ്. ഒരു ഡെൽ XPS 15 ചാർജിംഗ് പ്രോബ്ലം ആണ്. സിസ്റ്റം വന്ന് നോട്ട് ചാർജിംഗ് ആയിട്ടാണ്. സ്ഥിരമായിട്ട് ഡെല്ലിന്റെ ലാപ്ടോപ്പിൽ വരുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ടും അതുകൂടാതെ ഏകദേശം എല്ലാ ലാപ്ടോപ്പിലും ഏകദേശം ഒരേ പ്രോബ്ലം, ഒരേ രീതിയിലുള്ള പ്രോബ്ലം തന്നെ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറയേണ്ടതുണ്ട്. എന്നാൽ തൽക്കാലം ഇന്നത്തെ വീഡിയോയിലും ഈ ഒരു ലാപ്ടോപ്പിൽ വന്ന എന്താണ് പ്രോബ്ലം എന്നുള്ളതും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഡെല്ല് ചാർജിംഗ് പ്രോബ്ലം ചെക്ക് ചെയ്യുന്നത് നമ്മൾ F2 അടിച്ച് ബയോസ് കയറി കഴിഞ്ഞാൽ ഇവിടെ ജനറൽ ബാറ്ററി ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, ബാറ്ററി ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി കാണിക്കാം. ബാറ്ററി നോട്ട് ഇൻസ്റ്റാൾഡ് ആണ്. ഇപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. AC അഡാപ്റ്റർ അൺനൗൺ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് സിസ്റ്റം ചാർജ് ആകില്ല എന്നുള്ളത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സിസ്റ്റത്തിന് ചാർജിംഗ് പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ഇവിടെ AC അഡാപ്റ്റർ കാണിക്കേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ അഡാപ്റ്ററിന്റെ വാട്ട്സ് 45 വാട്ട്സ്, 65 വാട്ട്സ്, 90 വാട്ട്സ്, 135 വാട്ട്സ് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒരിക്കലും ചാർജ് ആകില്ല. സിസ്റ്റത്തിന് ചാർജിംഗ് പ്രോബ്ലം ഉണ്ട്. അപ്പം ഇതെങ്ങനെ ബോർഡിൽ ചെക്ക് ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മൾ കണ്ട അൺനോൺ ഡിവൈസ് എന്നല്ല, ചാർജർ ഡിവൈസ് കാണിക്കാത്ത ഒരു പ്രോബ്ലം. നോർമലായിട്ട് ചാർജർ കൊണ്ട് പ്രോബ്ലം വരാം. ചാർജർ കംപ്ലൈന്റ് ആണെങ്കിൽ വരാം, ചാർജറിന്റെ കേബിൾ കംപ്ലൈന്റ് ആണെങ്കിൽ വരാം, പവർ ജാക്ക് കംപ്ലൈന്റ് ആണെങ്കിൽ വരാം. അത് കഴിഞ്ഞിട്ട് അഡാപ്റ്റർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു 65 വാട്ട്സ് 40 വാട്ട്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് കംപ്ലൈന്റ് കൊണ്ട് വരാം. അതുകൂടാതെ ചാർജിംഗ് ഐസിയുടെ പ്രശ്നം കൊണ്ട് വരാം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഈ ചാർജിംഗ് പ്രോബ്ലം അൺനോൺ ഡിവൈസിന് കാണിക്കുന്ന അഡാപ്റ്റർ ഡിറ്റക്ട് ചെയ്യാത്ത ഈ പ്രോബ്ലം കാണിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പം സാധാരണ രീതിയിൽ നല്ലൊരു അഡാപ്റ്റർ വർക്ക് ചെയ്യുന്ന ഉറപ്പുള്ള ചാർജിംഗ് ഉറപ്പുള്ള ഒരു അഡാപ്റ്റർ ചെക്ക് ചെയ്യുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം, അതായത് ചാർജറും ചാർജർ കേബിളും ഓക്കെ എന്ന് പറയാം. പിന്നീട് വരുന്ന പവർ ജാക്കിന്റെ തൊട്ടടുത്ത് വരുന്ന ആ ഒരു ഡിറ്റക്ട് ചെയ്യുന്ന അഡാപ്റ്റർ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഭാഗം മാത്രം, അത് രണ്ടും ചെക്ക് ചെയ്താൽ മതി. ഇനി നല്ല ചാർജർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന നമ്മുടെ പവർ സപ്ലൈയിലും കറക്റ്റ് ആയിട്ട് ചാർജിംഗ് പ്രോബ്ലം ചെക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ എല്ലാ വോൾട്ടേജും, അതായത് മോസ്ഫെറ്റിൽ വരുന്ന ട്രാൻസിസ്റ്ററിൽ വരുന്ന എല്ലാ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ നല്ലൊരു അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു മോഡലിൽ, ഈ ഒരു ഡെൽ XPS മോഡലിൽ സ്ഥിരമായിട്ട് വരുന്ന ഈ ചാർജിംഗ് പ്രോബ്ലം എന്താണെന്നുള്ളത് കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. സിസ്റ്റം കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോർഡ് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ പവർ ജാക്കാണ്. ഇതാണ് പവർ ജാക്ക് വരുന്ന ഭാഗം, പവർ ജാക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം. ഡെല്ലിൽ ചാർജറിൽ ഞാൻ പറഞ്ഞതിന് മുമ്പ് 3 കണക്ഷൻ ഉണ്ടായിരിക്കും. പ്ലസ് ഗ്രൗണ്ടും അതുകൂടാതെ ഇതിന്റെ ഒരു സെന്ററിൽ ഒരു പോയിന്റ്, ഈ വൈറ്റ് കേബിൾ വരുന്ന ഈ ഒരു പോയിന്റാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം സ്കിമാറ്റിക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഏത് മോസ്ഫെറ്റ് ആണ് അല്ലെങ്കിൽ ഏത് ട്രാൻസിസ്റ്റർ ആണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിമാറ്റിക് ഇല്ലാതെ ചെയ്യാൻ ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പം അതാണ്. സ്കിമാറ്റിക് നോക്കി ഓരോന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും എളുപ്പം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്കിമാറ്റിക് ഇല്ലാതെ. അതുകൊണ്ടാണ് സ്കിമാറ്റിക് ഇല്ലാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ മാക്സിമം സ്കിമാറ്റിക് ഇല്ലാതെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സെന്റർ പോയിന്റ് ഈ ഒരു പോയിന്റാണ്. ഈ ഒരു കേബിള്, ഈ അഡാപ്റ്ററിൽ ഈ വൈറ്റ് കേബിൾ സെന്ററിൽ വരുന്ന ഒരു പിന്നാണ്. അപ്പോൾ ആ പിന്ന് നമ്മൾ ട്രേസ് ചെയ്യാം. ഈ ഒരു പിന്ന്, ഈ ഒരു വൈറ്റ് പിന്ന് ഈ കേബിൾ എവിടേക്കാണ് പോകുന്നത് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് മൾട്ടിമീറ്റർ ബസർ മോഡിലിടാം. ഇനി ഈ പിന്നെ എവിടേക്കാണ് പോകുന്നത് ചെക്ക് ചെയ്യണം. ഒരു പ്രോബ് ഇവിടെ കണക്ട് ചെയ്യാം. സെക്കൻഡ് പ്രോബ് ഇവിടെ ഓരോ ഭാഗങ്ങളുണ്ട് തൊട്ടടുത്ത് വരുന്ന, അതിന്റെ നേരെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഈ ഒരു കണ്ടന്റ് നേരെ ബാക്ക് സൈഡിൽ വരുന്ന ഈ ഭാഗത്ത് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബീപ്പ് സൗണ്ട് വരും. ആ ഒരു കമ്പോണൻസിലേക്കാണ് ഈ ഒരു ട്രാക്ക് പോകുന്നത്. കാണുന്നുണ്ടോന്നറിയില്ല. ഇവിടെ ചെറിയൊരു PL104 എന്നിട്ട് കാണിക്കുന്നുണ്ട്. ഉണ്ടോ? ഞാൻ പിന്നെ കാണിച്ചുതരാം. ഇതിലേക്കാണ് ഈ ട്രാക്ക് വരുന്നത്. ഇപ്പൊ നമ്മളിവിടെ കണ്ട ഈ ഒരു വൈറ്റ് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും പറയാം, സ്കിമാറ്റിക് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. സ്കിമാറ്റിക് ഇല്ലാതെ ഏത് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പം. ഈ ഒരു ഭാഗം പവർ ജാക്കിന്റെ തൊട്ടടുത്ത് വരുന്ന, അതിന്റെ ബാക്ക് സൈഡെല്ലാം തൊട്ടടുത്ത് വരുന്ന ഏതെങ്കിലും ഭാഗത്ത് തന്നെ ആയിരിക്കും ഈ ഒരു കമ്പോണൻസ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അതിന്റെ നേരെ ബാക്കിൽ തന്നെ ഞാൻ ചെക്ക് ചെയ്തത്. അത് നിങ്ങൾ 2, 3, 4 സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകും. പിന്നെ ഒരു സ്കിമാറ്റിക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ വന്നത് ഈ PL104 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഈ ഒരു കമ്പോണൻസ് ഇതാ PL104. ഇത് ഒരു ഇൻഡക്ടറാണ്, വളരെ ചെറിയൊരു ഇൻഡക്ടറാണ്.
നമ്മൾ കോയിലിനൊക്കെ പറയുന്ന ചെറിയൊരു ഭാഗമാണ് PL104. ഇതിൽ നിന്നിട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ 2-3 ട്രാൻസിസ്റ്റർ അടങ്ങിയ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്, ആ സർക്യൂട്ടിലേക്ക് പോകുന്നത്. സാധാരണയായിട്ട് ഡാമേജ് ആയി പോകാറുള്ളത് ഒന്നെങ്കിൽ ആ ഒരു ട്രാൻസിസ്റ്റർ അടങ്ങുന്ന ആ ഒരു ഭാഗം, അതല്ലെങ്കിൽ ഈ ഒരു ഇൻഡക്ടർ, അതെല്ലാം തന്നെ ചില മദർ ബോർഡിൽ ഇവിടെ വരലൊരു റെസിസ്റ്റർ ആയിരിക്കും. മുമ്പ് ചെയ്ത ബോർഡിൽ മിക്കവാറും റെസിസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഇൻഡക്ടറാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഇൻഡക്ടർ ചെക്ക് ചെയ്ത് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്ന മാതിരി ബസർ സൗണ്ട് വരണം, ബീപ്പ് സൗണ്ട് വരണം. നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ല. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ല. ഈ ഇൻഡക്ടർ ഡാമേജ് ആയിട്ടുണ്ട്. വീണ്ടും സൂം ചെയ്യണമെങ്കിൽ PL104 ഇതാണ് കേട്ടോ ഇൻഡക്ടർ. വളരെ ചെറുതാണ്. സാധാരണ ഒരുപക്ഷെ ഇതിലുണ്ടാകുന്ന റെസിസ്റ്ററാണ്. ഈ ഡെൽ XPSൽ മാത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ചില ഡെല്ലിൻ്റെ ബോർഡിൽ മാത്രമാണ് ഇൻഡക്ടർ വരുന്നത്. ബാക്കിയൊക്കെ 33 ഓംസിൻ്റെ റെസിസ്റ്റർ ഉണ്ടാകാറുള്ളത്. ഞാൻ പിന്നീട് കാണിക്കാം. സർക്യൂട്ട് സെയിം ആണ് കേട്ടോ. ഇതിൻ്റെയും അതിൻ്റെ ഒക്കെ സർക്യൂട്ട് സെയിം ആണ്. അപ്പോൾ ഇതിൽ ഈ ഇൻഡക്ടറാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്യുന്നു. ഇത് മീറ്റർ ചെക്ക് ചെയ്താൽ ബീപ്പ് ഉണ്ട്. ഇൻഡക്ടറാണ്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് ഇല്ല. ഇത് ഫയർ ആയിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു 70 to 80% സിസ്റ്റം റെഡി ആകണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇതിൻ്റെ മറ്റുള്ള ഈ ട്രാൻസിസ്റ്റർ പോലത്തെ ഭാഗങ്ങളിൽ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു ബോർഡിൽ കറക്റ്റായിട്ട് ഈ ഒരു ഇൻഡക്ടർ ഡാമേജ് ആയത് കണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഡക്ടർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഒന്നും കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഇൻഡക്ടർ. വളരെ ചെറുതാണ്. PL104 ഈ കാണുന്നില്ല, ഈ ഒരു ഇൻഡക്ടറാണ്. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഡോട്ട് കാണാം നിങ്ങൾക്ക്. ഫയർ ആയിട്ടുണ്ട്. ചെറിയൊരു ഡോട്ടാണ്. കമ്പൗണ്ട് സൈസ് ചെറുതാണ്. അപ്പോൾ പിന്നെ ഷോർട്ടായിട്ട് ഫയർ ആയത് കാണാൻ ശരിക്കും പറ്റില്ല. ലെൻസ് ഉപയോഗിച്ച് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് ഈ ഇൻഡക്ടർ ഒന്ന് മാറിയിട്ട് നോക്കാം, എന്നിട്ട് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ റിമൂവ് ചെയ്ത ഇൻഡക്ടർ. ഓക്കെ, ഇതിൽ ശരിക്ക് കാണാം ആ ഫയർ ആയിട്ടുള്ള. ശരി, പക്ഷേ ക്യാമറയിൽ കാണാൻ സാധിക്കില്ലായിരിക്കും. അപ്പോൾ ഇത് ഞാൻ റീപ്ലേസ് ചെയ്യാണ്. പിന്നെ ഇത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിന് വാല്യൂ ഉണ്ട്. ഇലക്ട്രോണിക്സിലെ ഓരോ കമ്പോണൻസിന് കറക്റ്റ് വാല്യൂ ഉണ്ട്. ആ കറക്റ്റ് വാല്യൂ തന്നെ വേണം. എന്നാൽ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വാല്യൂ ആയിരിക്കും ഒരു പക്ഷേ എടുത്തിരുന്നത്. കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കറക്റ്റ് വാല്യൂ ഇടുക തന്നെയാണ്. കറക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു ആവശ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഒരു ഇൻഡക്ടറിൻ്റെ ആവശ്യം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് വാല്യൂ വേണം, കറക്റ്റ് വാല്യൂ ഇനി ഇല്ല, എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞാൽ മതി. അപ്പോൾ തൽക്കാലം ഞാൻ മറ്റൊരു ഇൻഡക്ടർ, ഇത് സൈസ് പോലല്ല, കുറച്ച് വലിയ സൈസാണ്. കാരണം ഈ സൈസിൽ ഇൻഡക്ടർ കിട്ടാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ്. തൽക്കാലം ഞാൻ എന്തായാലും വേറൊരു ഇൻഡക്ടർ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാനിപ്പോൾ റീപ്ലേസ് ചെയ്തത് കേട്ടോ. ഇത് കറക്റ്റ് വാല്യൂ അല്ല, കറക്റ്റ് സൈസും അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇവിടെ അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ബേസിക് ഇലക്ട്രോണിക്സ് പറയുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇനി അത് നമുക്ക് തൽക്കാലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അതിൻ്റെ കണ്ടീഷൻ ഉള്ളത്. ഇതാണ് ആ ഇൻഡക്ടർ. സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബോർഡ് വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബയോസിൽ കയറി, മുമ്പത്തെ പോലെ ബയോസിൽ കയറി നോക്കാം.
ശരിയായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഇതിങ്ങനെ ബയോസിൽ കയറി നോക്കാതെ തന്നെ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ 2-3 ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിന്റെ പിൻ വോൾട്ടേജ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, ബയോസിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ചെയ്യാം. പക്ഷെ ഏറ്റവും എളുപ്പം ഒരുപക്ഷെ അതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാൻ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഓൺ ആയി വരുന്നുണ്ട്. സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. F2 ബയോസ് പ്രസ് ചെയ്തു, ബയോസ് ഓപ്പൺ ആയി വരുന്നു. ബയോസ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാറ്ററി ഇൻഫർമേഷൻ, AC അഡാപ്റ്റർ 65 വാട്ട്സ്. ഇപ്പോൾ ഇനി കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാൻ ചാൻസ് ഇല്ല. അതായത് ഏകദേശം ഇപ്പോൾ ചാർജറിന്റെ കേബിള്, പവർ ജാക്ക്, ഞാൻ പറഞ്ഞ 2-3 ട്രാൻസിസ്റ്റർ അടങ്ങിയ സർക്യൂട്ട്, അത് കഴിഞ്ഞ് ചാർജിങ് ICയുടെ ഭാഗം വരെ ഏകദേശം 99% ഓക്കെയാണ്. ഇനി വരാൻ ചാൻസ് ഉള്ളത് ചാർജിങ് IC കഴിഞ്ഞിട്ട് വരുന്ന 2 മോസ്ഫെറ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന ഒന്നുകിൽ ബാറ്ററി പ്രോബ്ലം, അതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ലാസ്റ്റ് വരുന്ന 1-2 കപ്പാസിറ്റർ അല്ലെങ്കിൽ ആ ഒരു മോസ്ഫെറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. 99% ഇപ്പോൾ സിസ്റ്റം ചാർജിങ് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത്ര ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാം. അതിന് സിസ്റ്റം കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം. 99% അല്ലെങ്കിൽ 100% ഈ ഒരു പ്രശ്നത്തോടു കൂടി മിക്കവാറും ചാർജിങ് പ്രോബ്ലം ശരിയാകാറുണ്ട്. ഇവിടെ 65 വാട്ട്സ്, അത് 45 വാട്ട്സിന്റെ അഡാപ്റ്റർ ഉണ്ട്, 90 വാട്ട്സിന്റെ അഡാപ്റ്റർ ഉണ്ട്, 135 വാട്ട്സിന്റെ അഡാപ്റ്റർ ഉണ്ട്. അതൊക്കെ കാണിക്കും. ഏതാണെങ്കിലും ഇവിടെ അൺനോൺ എന്ന് കാണിക്കാതിരിക്കുക. അൺനോൺ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഭാഗം പ്രോബ്ലം ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ വീഡിയോ ചാർജിങ് പ്രോബ്ലം Dell XPS 50 എന്നുള്ളത് അത് റെഡി ആയപ്പോൾ നിങ്ങൾ കണ്ടു. ചാർജിങ് ICയുടെ കംപ്ലൈന്റ് കൊണ്ടല്ല കൂടുതലായിട്ടും ചാർജിങ് പ്രോബ്ലം വരുന്നത്. പ്രത്യേകിച്ച് Dell ഈ ഒരു ഭാഗത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്താണെന്നുള്ളതും ഈ പറയുന്ന 1-2 ട്രാൻസിസ്റ്ററും ഡയോഡൊക്കെ അടങ്ങിയ ഭാഗം എന്താണെന്നുള്ളതും 1-2 റെസിസ്റ്ററും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ഇന്ന് കണ്ട വീഡിയോയിൽ കണ്ട ഒരു ഇൻഡക്ടറൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. നല്ലൊരു അഡാപ്റ്റർ ഇല്ലാതെ നമ്മുടെ നോർമൽ പവർ സപ്ലൈ തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെ കറക്റ്റായിട്ട് പിന്നീട് വീഡിയോ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.